സ്ലീഹ രണ്ടാം ചൊവ്വ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 64 മുതൽ 71 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം കേട്ടതും അനേകം പേർ അവനെ വിട്ടുപോയി. 5 അപ്പം 5000 പേർക്ക് വീതിച്ചപ്പോൾ അവനിൽ വിശ്വാസം അർപ്പിച്ചവരാണിവർ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന കൽപ്പന നിലനിൽക്കുമ്പോൾ തന്നെ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് യേശു അതിനെ തിരുത്തി പറയുന്നുണ്ട്. കാരണം ഈ അപ്പം ആത്മാവും ജീവനുമാണ്. പിതാവിൽ നിന്ന് വരം ലഭിച്ചവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. വരം ലഭിക്കാത്തവർ അവനെ അനുഗമിക്കുന്നവരാണെന്ന് ഭാവിച്ചാൽ അത് വ്യർത്ഥമാണ്. വിശുദ്ധ കുർബാനയിലാണ് യേശു തന്നെ തന്നെ മുറിച്ച് ജീവൻ നൽകുന്ന അപ്പമായി സ്വയം നമുക്ക് നൽകുന്നത്. അനാദരവോടുകൂടി വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത് വെറും വ്യർത്ഥമായൊരു പങ്കുപറ്റലാണ്. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന് ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത നിത്യജീവൻ പ്രാപിക്കും.